അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഹരി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ബസ്സുണ്ട്. ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ബ്രേക്ക് ഫെയിലായിട്ട് ഇത് പോയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒരു ജാഥയിലേക്ക് അങ്ങ് കയറി. മണൽ പ്രദേശമാണ് ചേർത്തല, അറിയാമല്ലോ. ബസ് വഴിതെറ്റി കഴിഞ്ഞപ്പോൾ തന്നെ മണ്ണിലങ്ങ് പൊതഞ്ഞ് അവിടെ നിന്ന്. യൂത്ത് കോൺഗ്രസ്സുകാർക്കൊന്നും സംഭവിച്ചില്ല, എല്ലാവരും അപ്പുറത്തേക്ക് ചാടി. എന്നാലും അടിയന്തരാവസ്ഥയല്ലേ, വധശ്രമം എന്ന് പറഞ്ഞിട്ട് ആ ബസ്സിൻ്റെ ഉടമസ്ഥൻ, അതിൻ്റെ ഡ്രൈവർ, അതിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർ 10-18 പേരായിരുന്നു. ഉച്ച സമയമാണ്, ഇപ്പോൾ ആൾ കുറഞ്ഞ സമയം. ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, വധശ്രമം എന്ന് പറഞ്ഞിട്ട്. അവസാനം കോടതിയിൽ അത് തെളിയിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റിയില്ല. ഇവർ പുറത്തിറങ്ങി. കോടതിയിൽ നിന്ന് വെറുതെ വിട്ട വിധി കേട്ട് പുറത്തിറങ്ങുമ്പോൾ ഇവരുടെ നേർക്ക് ആസിഡ് എറിഞ്ഞു യൂത്ത് കോൺഗ്രസ്സുകാരെ. അത് നമ്മളുടെ ഡി സുഗതൻ എന്ന കോൺഗ്രസ് നേതാവുണ്ട്, ഇപ്പോഴും ഉണ്ട് അദ്ദേഹം, വലിയ സജീവമായിട്ട് പാർട്ടിയിലുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹമാണ് ഇത് ഓർഗനൈസ് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ അദ്ദേഹം ചെയ്തെന്നോ ചെയ്യിച്ചെന്നോ പറയുകയില്ല. ഇവർ അന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് ഡി സുഗതനാണ് ഇതിൻ്റെ. എന്തുവായിട്ട് ചെയ്തതാരോ ചെയ്യിച്ചതാരോ, ഇതിൽ പെട്ടുപോയ ഒരു വിക്റ്റിം ആർ വാസുദേവ്, അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ആസിഡ് വീണിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് ഈ കൃഷ്ണമണി അങ്ങോട്ട് നമ്മുടെ മുന്തിരിങ്ങ പോലെ പുറത്തേക്ക് ചാടി, മൂക്ക് കംപ്ലീറ്റ് ഉരുകിപ്പോയി. വേറെ കുറച്ച് പേരുടെ മേത്തുമൊക്കെ വീണു, അവർക്ക് പൊള്ളൽ അവിടെ ഇവിടെയൊക്കെ വന്നെങ്കിലും ഇത്രയധികം വൈരൂപ്യം മറ്റാർക്കും ഉണ്ടായില്ല. വിരൂപനായിപ്പോയി അരവിന്ദ്. കോമ്പൻസേഷന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു, സർക്കാരൊന്നും കൊടുത്തൊന്നുമില്ല. കാര്യം പിന്നീട് സർക്കാർ മാറി, കേന്ദ്രത്തിൽ ജനതാ സർക്കാർ വന്നു. ബട്ട് ഈ നിർഭാഗ്യവാന് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. ഹി വാസ് ആൻ അൺസങ് ഹീറോ.